അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ വിഷയങ്ങൾ അതിന് UDF കാലത്തെയും LDF കാലത്തെയും ആരോഗ്യ മേഖലയിലുണ്ടായ നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും കണക്കെടുത്തുകൊണ്ട് നൽകുന്ന മറുപടിയെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? കാരണം UDFന്റെ 0 നിന്നാണ് ആരോഗ്യ സൂചകങ്ങളിൽ വളരെ വലിയൊരു കണക്കിലേക്ക് എത്തിയത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ അവകാശവാദം. തീർച്ചയായും സ്മൃതി, ഡോക്ടർ ഹാരിസ് ഉയർത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന രോഗികളുടെ പ്രയാസങ്ങൾ, വേദനകൾ, അതൊക്കെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു മാനസിക പ്രയാസത്തിൽ നിന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ ഏതെങ്കിലും നിലക്ക് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുമല്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം, നമ്മൾ ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ പണ്ടൊരു കാര്യമുണ്ട്, ഈ കല്ലിങ്ങനെ ഉരുട്ടി അവിടെ എത്തിച്ചിട്ട് അത് താഴേക്ക് ഉരുട്ടി വിടും. അതുപോലെ ഇവരിങ്ങനെ ഒരു PR കല്ല് ഇങ്ങനെ ഉരുട്ടി ഉച്ചിയിൽ 1ാം സ്ഥാനത്ത് കൊണ്ടുപോയി വച്ചിരുന്നു. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോടെ വളരെ കൃത്യമായൊരു ഓഡിറ്റിംഗ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു ഓഡിറ്റിംഗ് നടന്നപ്പോൾ ആ കല്ല് ഉരുണ്ട് താഴെ വന്നു. ഇപ്പോൾ അതിൻ്റെ ഒരുതരം പ്രതികാര ബുദ്ധിയാണ്, ഇച്ഛാഭംഗത്തിൽ നിന്നുണ്ടാകുന്ന ഒരുതരം പ്രതികാര ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ ഹാരിസിനോട് അടക്കമുള്ള സമീപനങ്ങളിൽ ഇടത് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇതിൻ്റെ ഒരു ആദ്യത്തെ പ്രതികരണം എന്ന നിലക്ക് അവർ ഫേസ്ബുക്കിൽ 3 ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ഒരു കുറിപ്പ്, അതിൽ പറയുന്നത് 2015-16 അന്ന് നമ്മുടെ മാതൃമരണ നിരക്ക് 43 ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളത് 19ലേക്ക് കൊണ്ടുവന്നു. ശിശു മരണ നിരക്ക്, ഈ കുട്ടികളുണ്ടായി 3 വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന 1000 കുട്ടികളുടെ കണക്കെടുത്താൽ ഇപ്പോൾ അത് 6 ആണ്. 2015-16 അത് 12 ആയിരുന്നു. നവജാത ശിശു മരണ നിരക്ക് 2015-16 6 ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളത് 4 ആയിട്ട് കുറച്ചു കൊണ്ടുവന്നു. നമ്മൾ പരിശോധിക്കാം, ക്രമാനുഗതമായി പരിശോധിച്ചു. ഈ മാതൃമരണ നിരക്കിൻ്റെ ദേശീയ ശരാശരി 2015-16 130 ആയിരുന്നു. പിന്നെ അത് 122 കുറഞ്ഞു, 112 കുറഞ്ഞു. ക്രമാനുഗതമായി ദേശീയ ശരാശരിയിൽ കുറവ് വന്നിട്ടുണ്ട്. കേരളം അതിൽ എല്ലാ കാലത്തും മുന്നിലായിരുന്നു, നമ്മുടേതും കുറവ് വന്നിട്ടുണ്ട്. ഇനി മാതൃമരണ നിരക്കിൻ്റെ 2011 കണക്കെടുത്താൽ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്, അത് കേരളം ഭരിച്ചൊരു ഗവൺമെൻറ് ആണല്ലോ, ആ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തെ കണക്കെടുത്താൽ അന്ന് നമ്മുടെ മാതൃമരണ നിരക്ക് 61ആണ്. ആ 60-ൽ നിന്നാണ് ഉമ്മൻചാണ്ടി അതിനെ 43ലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ഇതിപ്പോൾ വീണ്ടും കുറഞ്ഞ് ഇപ്പോൾ 19ലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, നവജാത ശിശുമരണ നിരക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ കാലത്തും ദേശീയ ശരാശരിക്ക് മുന്നിലായിരുന്നു. നമ്മെ ലോകം താരതമ്യപ്പെടുത്തിയത് പിണറായി വിജയൻ്റെ കാലം മുതൽക്കല്ല, വളരെ കേരള മോഡൽ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ആ മാതൃക സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടാണ് നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ താരതമ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് പിണറായി വിജയൻ്റെ കേരളം 2016 ഉണ്ടായി, വീണ ജോർജിൻ്റെ കേരളം ദൗർഭാഗ്യവശാൽ 2021 ഉണ്ടായി. ഈ കണക്ക് കൊണ്ടൊന്നും ഈ തട്ടിപ്പുകളെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഇനി 3 ദിവസം മുമ്പ് വീണ വിജയൻ FBയിൽ പോസ്റ്റ് ചെയ്ത് അവരുടെ വാളിലുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ അവസാനം അവർ പറയുന്നൊരു കാര്യം സ്മൃതി, നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഞാൻ ഉടനെ മടങ്ങുകയാണ്, ഇപ്പോൾ എറണാകുളത്താണ്. തിരുവനന്തപുരത്ത് വരുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എൻ്റെ കൂടെ വരണം, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്കൊന്ന് പോവാം എന്ന് പറഞ്ഞു. ഇന്ന് തൈക്കാട്ട് അവരുടെ വീടിൻ്റെ മുൻപിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും കാത്തു നിന്നു. അവർ കാറിൻ്റെ ഗ്ലാസ് പോലും താത്താതെ പോയി. എന്നാൽ റിപ്പോർട്ടർ ചാനൽ അടക്കം കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾ പലരും ഇന്ന് ക്യാമറകളുമായി വീണ ജോർജ് ഇല്ലാതെ തന്നെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഈ ചാനലുകളൊന്നും സ്റ്റുഡിയോ സെറ്റിട്ട് ഷൂട്ട് ചെയ്ത വ്യാജ വീഡിയോകളാണെന്നോ സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്നോ ഇവിടെ CPMൻ്റെ പ്രതിനിധി പറയില്ലല്ലോ. തണുത്തുറഞ്ഞ തറയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ, ഒരേ കട്ടിലിൽ 2 പേർ കിടക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ അടക്കം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നു ഇവിടെ വേണ്ടത്ര സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല. എല്ലാ മെഡിക്കൽ കോളേജിലും, കൊല്ലത്തെ പാരിപ്പള്ളിയിലാകട്ടെ, ആലപ്പുഴ വണ്ടാനത്താവട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാകട്ടെ, ഈ സ്റ്റാഫ് ഇല്ലാത്തതിൻ്റെ, മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഡാറ്റയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ, ഡാറ്റ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ട് വ്യാഖ്യാനിക്കാം. സൗകര്യമുള്ള ഡാറ്റ പറഞ്ഞാൽ ഡാറ്റ ഇത് മാത്രമല്ല വേറെയുണ്ട്. പ്രതിപക്ഷം എന്താണ് കാണുന്നത്? പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ഒക്കെ പ്രതികരണത്തിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്നുള്ളതാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ ഡോക്ടറുടെ പ്രതികരണങ്ങളിൽ ഒരു കുനിഷ്ടമുണ്ട് എന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പ്രതിപക്ഷവും കരുതുകയാണോ? അല്ല, സിസ്റ്റത്തിനൊരു തകരാറുണ്ട് എന്ന് ആദ്യം വീണ ജോർജ് പറയുന്നു. ഇന്ന് മുഖ്യമന്ത്രി നേരത്തെ കണ്ണൂരിലോ മറ്റോ നടന്ന ഒരു അവലോകന യോഗത്തിൽ
ഇദ്ദേഹത്തിനെതിരെ ഒരു 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 ചെറിയ ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ച് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത്, ഇതാണ് ഞാൻ പറഞ്ഞത്, കല്ല് മുകളിൽ നിന്ന് താഴെ വന്നതിന്റെ ഒരു ഇച്ഛാഭംഗം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വന്നതോടെ ഇപ്പൊ സജി ചെറിയാൻ രംഗത്ത് വന്നു, പിന്നീട് പാർട്ടി സെക്രട്ടറി രംഗത്ത് വന്നു, ഇപ്പൊ ചാനൽ ചർച്ചകളിൽ വരുന്നവരും മെല്ലെ ഡോക്ടർക്കെതിരെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീൽ ഖാന്റെ ഗതിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അവിടെ കുറെ കുട്ടികൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചപ്പോൾ അതിന്റെ കാരണം ഈ ഓക്സിജൻ കൊടുക്കുന്ന ലക്നൌവിൽ ഒരു കമ്പനിക്ക് കുറെ പൈസ കൊടുക്കാണ്ടായിരുന്നു, അവർ സപ്ലൈ നിർത്തി, അപ്പോൾ കുട്ടികൾ മരിച്ചു. ഈ മനുഷ്യൻ ആ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അന്ന് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് അദ്ദേഹത്തെ വേട്ടയാടി. അത്ര തീവ്രതയിൽ കേരളത്തിൽ ഇത് ആവർത്തിക്കണമെന്നില്ല, ഇത് കേരളമാണല്ലോ. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം UP-യെ അപമാനിക്കുന്നു എന്നാണ്. ഇവിടെ ഇപ്പം അത് പറയാൻ തുടങ്ങി. യോഗി ആദിത്യനാഥിന്റെ പ്രശ്നം UP-യിലെ അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലമായിരുന്നു. അത് കേന്ദ്രീകരിച്ച് മൂപ്പരുടെ ഒരു വമ്പിച്ച PR വർക്കിലൂടെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് പൊളിച്ചതിന്റെ ഇച്ഛാഭംഗമാണ്. ഇവിടെയും ഇത് ചൂണ്ടിക്കാണിച്ചാൽ, ഇപ്പൊ ഞാനതാണ് പറഞ്ഞത്, ഇത് ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, കേരളത്തിന്റെ പൊതുജന ഈ കൊടുക്കാനുള്ള കുടിശ്ശിക, ആ മെഡിക്കൽ ഷോപ്പ്, പിന്നെ അവിടുത്തെ ഫാർമസിയുടെ മുമ്പിൽ മരുന്നിന്റെ ചീട്ടുമായി പോകുമ്പോൾ മരുന്നില്ല എന്ന വാക്ക് കേട്ട് മടങ്ങേണ്ടി വരുന്ന ആ നൂറുകണക്കിന് മനുഷ്യർ, കടുത്ത വേദന സഹിക്കേണ്ടി വരുന്ന മനുഷ്യർ, ഇവരൊക്കെ കേരളത്തിലെ യാഥാർത്ഥ്യമാണല്ലോ സ്മൃതി. ഇത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കതിൽ രാഷ്ട്രീയം ആരോപിക്കാം. പക്ഷെ പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കഠിനാധ്വാനി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഡോക്ടർ കൂടി അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാതെ ഇവരൊക്കെ കേരളത്തെ ദ്രോഹിക്കുന്നവരാണ്, കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ, ഈ കാഴ്ച കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ ഒരു PR പെരുമ്പറ മുഴക്കി ഒരു ഭാഗത്ത് പൊലിപ്പിച്ച് കാണിക്കുമ്പോൾ ഈ മനുഷ്യർ കാണുന്ന കാഴ്ചകൾ അത് കേരളത്തിൽ യാഥാർത്ഥ്യമാണ് എന്നത് മാത്രം നിങ്ങൾ മറന്നു പോകരുത് എന്നോ. അവിടെയാണ് നമ്മൾക്ക് ഉത്തർപ്രദേശിലെ കഫീൽ ഖാന്റെ ഒരു അനുഭവം ഇദ്ദേഹത്തിനും ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പക വീട്ടാൻ കേരളത്തിലെ ഗവൺമെന്റ് ഒരുങ്ങുകയാണോ എന്ന സംശയം ഞാൻ തുടക്കത്തിൽ തന്നെ സ്മൃതി മുന്നോട്ട് വെച്ചത്. ശരി, ഡോക്ടർ N. M. അരുൺ. Debate with Smriti Parithikar.